നഖം കടിക്കുന്നതിലൂടെ പല്ല് സംബന്ധമായിട്ടൊക്കെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് വരാൻ കഴിയുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം ഇനാമൽ വളരെ ഹാർഡായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. എന്നാൽ കോൺസ്റ്റൻ്റ്ലി നമ്മൾ ഈ ഒരു പോയിന്റിൽ വെച്ച് ഇങ്ങനെ കടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഇനാമലും പതുക്കെ പതുക്കെ തേഞ്ഞു പോകും. ഈ തേഞ്ഞു പോയ ഇനാമൽ നമുക്കറിയാം അത് റീഗ്രോ ചെയ്യത്തില്ല, പോയതാണ്. പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ക്രൗൺസോ അല്ലെങ്കിൽ ലാമിനേറ്റ്സോ വെച്ചൊക്കെ റീബിൽഡ് ചെയ്യാനേ, അല്ലെങ്കിൽ കോമ്പോസിറ്റോ വെച്ചിട്ട് അങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ വെച്ച് റീബിൽഡ് ചെയ്യാനായിട്ടേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ കഴിയുന്നത്രയും ഈ ഹാബിറ്റ് അവോയ്ഡ് ചെയ്യണം. നഖത്തിൻ്റെ അടിയിലിരിക്കുന്ന അഴുക്കിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ബാക്ടീരിയ ഉണ്ട്, ഫംഗൈ ചിലപ്പോൾ കാണും, ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇത്രയും കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഈ ഗംസിൻ്റെ അടിയിലോട്ടൊക്കെ, അല്ലെങ്കിൽ ഈ അഴുക്ക് എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ മോണയുടെ സൈഡിലോട്ടൊക്കെ ഇറങ്ങി പോവും. ഗം ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം. അതുമാത്രമാണോ, ഈ ബാക്ടീരിയ എല്ലാം കൂടെ നമ്മുടെ അകത്ത് ചെന്ന് കോൾഡ്, ഫ്ലൂ, എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ പല്ല് കടിക്കാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്യുന്നത്? നമ്മൾ ഈ കീഴ്ത്താടി മുന്നോട്ട് എപ്പോഴും ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഈ ജോയിൻറ്റ്, ഇതിന് പറയുന്നത് ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റ് അല്ലെങ്കിൽ ജോ ജോയിൻറ്റ്. ഈ ജോ ജോയിൻറ്റിൻ്റെ പുറത്ത് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ലോഡ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് വേറെ പ്രോബ്ലംസ് ഉണ്ടാക്കാം. നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഹെഡ് ഏക്സ്, കഴുത്തുവേദന, തോളുവേദന, നമ്മുടെ പല്ലിൻ്റെ പൊസിഷൻ തന്നെ പതുക്കെ മാറാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്വഭാവം വളരെ അൺഹൈജീനിക്കാണ്. അത് കഴിയുന്നത്രയും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ തന്നെ ഒന്ന് കണ്ണാടിയിലോട്ടൊന്ന് പോയി ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കിക്കേ. അത് കാണാൻ ഭംഗിയുണ്ടാവും. നമ്മളതൊരു സെൽഫ് റിയലൈസ് ചെയ്യണം. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ ഏത് അവസ്ഥയിലാണ് നമ്മൾ കോൺസ്റ്റൻ്റ്ലി നമ്മൾ ചിലപ്പോൾ അറിയാതെ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ സ്ട്രെസ്സ് ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യം വരുമ്പോഴായിരിക്കും നമ്മൾ നഖം കടിക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അവയർനെസ് ആണ്. ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്, അത് എനിക്ക് നല്ലതല്ല, അത് ഞാൻ സ്റ്റോപ്പ് ചെയ്താലേ മതിയാവും. ഇത് നിർത്താൻ നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ ഹെൽപ്പ് സീക്കുക. അതിൻ്റെ ഫെർദർ ട്രീറ്റ്മെൻറ്റോ നീഡ്ഫുൾ ആണെങ്കിൽ അതിനായി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളിപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്. ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.